സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കുമളി, കമ്പംമേട്, പൂപ്പാറ, ബോഡിമെട്ട് റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണും പാറ അടർന്നു വീണുമാണ് ഗതാഗത തടസ്സമുണ്ടായത്. ശക്തമായ മഴയിൽ മറയൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാട്ടുപോത്ത് ചത്തു. 6 കുറുകെ കടക്കാൻ ശ്രമിച്ചപ്പോൾ തെന്നി വീണതാകാനാണ് സാധ്യത. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇന്ന് ഏത് ജില്ലകളിലൊക്കെയാണ് യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഉള്ളത്? നിലവിൽ ഏതെങ്കിലും ജില്ലയിൽ റെഡ് അലർട്ടിനുള്ള സാഹചര്യമുണ്ടോ? നാളത്തെ ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി എങ്ങനെയാണ്? എന്തായാലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 10 മണിയോടുകൂടിയുള്ള മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ 10 മണിക്കുള്ള അലേർട്ടിന് മുന്നേ തന്നെയും ഓറഞ്ച് അലേർട്ട് അടക്കം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് അടക്കം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 10 മണിയോടുകൂടിയുള്ള മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പിൻവലിച്ച് യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിലേക്ക് നൽകിയിട്ടുള്ളത്. നാളെ പ്രത്യേകിച്ച് ഒരു ജില്ലയിലും മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാന്നാർ കടലിടുക്കിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം അത് ന്യൂനമർദ്ദമായി, അതായത് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അത് മാലിദ്വീപ്, ലക്ഷദ്വീപ് മേഖലയിലേക്ക് നീങ്ങി തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞതോടുകൂടിയും ഈ ന്യൂനമർദ്ദം പാത്തി അത് ശ്രീലങ്കൻ തീരത്തിലേക്ക് പോകുന്നതോടുകൂടി ഈ കേരളത്തിലെ മഴയുടെ ശക്തി കുറയും എന്നുള്ളൊരു കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. സുലേഖ, മറ്റ് എവിടെയെങ്കിലും ഈ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? കനത്ത മഴയിൽ കൊല്ലം കോട്ടവാസൽ തൂവൽമലയിൽ ഉരുൾപൊട്ടിയതായി സൂചനയുണ്ട്. അച്ചൻകോവിലാറിന് ഇരുവശമുള്ള കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്തടക്കം മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രമായ തിരുവനന്തപുരത്തെ പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം കനത്ത മഴയെ തുടർന്ന് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മഴയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രമാണ്. മലയോര പ്രദേശമായ അതിനാൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് പൊന്മുടിയിലെ വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടുള്ളത്. ഇനി മഴയുടെ സ്ഥിതി കുറയുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ ഈ പൊന്മുടി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിൽ നിന്നടക്കം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, സുലേഖയാണ് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.